എല്ലാ കൂട്ടുകാർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സുകാരുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ ജെറ്റ്പെട്ട് ഔർ നെറ്റ്കട്ട് എന്ന പാഠഭാഗം കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഥയുടെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ബാക്കിയുള്ള ഭാഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. പാർട്ട് 1 കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത് ജെറ്റ്പെട്ട് അമ്മയോട് അനുജൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പരാതി പറയുന്നതാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അവൻ ചെറിയ കുട്ടിയല്ലേ, അനുജനെ സംരക്ഷിക്കേണ്ടത് ജ്യേഷ്ഠൻ്റെ കടമയാണ് എന്നൊക്കെ. ഇനി തുടർന്നുള്ള ഭാഗം നമുക്ക് നോക്കാം. ജെറ്റ്പെട്ട് झुंझलाता पर कुछ कह न पाता, बड़ा था, छोटे का ध्यान तो उसे रखना ही था, लेकिन उसे लगता कि नटखट कुछ ज्यादा ही नटखट है. रास्ता चलते रुककर पोकर के पानी के अंदर की मछलियाँ और पानी के ऊपर की बतखें देखने लगता है. ജെറ്റ്പെട്ട് ജുഞ്ചലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടവും ദേഷ്യവും ഒക്കെ ഒന്നിച്ച് വരുന്ന ഒരവസ്ഥ. അപ്പോൾ അവന് സങ്കടവും ദേഷ്യവും ഒക്കെ ഒരുമിച്ച് വരികയാണ്. എപ്പോഴാണ് അമ്മ പറയുന്നുണ്ടല്ലോ അവനോട്, നീയാണ് അനുജനെ നോക്കേണ്ടത്, എപ്പോഴും അവനെ ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണം എന്നൊക്കെ. അപ്പോൾ അവന് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. പർ കുച്ച് കഹന പാത്ത, പക്ഷെ ഒന്നും പറയാൻ കഴിയില്ല. എന്താ കാര്യം? ബഡാദ, അവനല്ലേ മുതിർന്നത്, അതുകൊണ്ട് അവന് ഒന്നും തന്നെ പറയാനും കഴിയില്ല. ചോട്ടേക്ക ധ്യാൻ തോ ഉസെ രഖ്നാ ഹി താ. ചോട്ടെ എന്ന് പറഞ്ഞാൽ കുഞ്ഞൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കുഞ്ഞനുജന്മാരെ കുഞ്ഞാന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ. അപ്പോൾ ഇളയവനെ അല്ലെങ്കിൽ കുഞ്ഞനെ നോക്കേണ്ടത് ധ്യാൻതോ, അവൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ അവൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഉസെ രഖ്നാ ഹി താ, അവന് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ അവൻ്റെ കടമയാണ് അനുജനെ നോക്കേണ്ടത് എന്ന് അവന് നല്ല ബോധ്യമുണ്ട്. ലെക്കിൻ എന്നാൽ ഉസെ ലഗ്ത, അവന് തോന്നി കി, എന്താ തോന്നിയത്? നെറ്റ്കട്ട് കുച്ച് ജ്യാദാ ഹി നെറ്റ്കട്ട് ഹേ. ഈ നെറ്റ്കട്ട്, അനുജൻ്റെ പേരാണ് നെറ്റ്കട്ട്, കുറച്ച് കൂടുതൽ വികൃതിയാണ്. നെറ്റ്കട്ട് എന്ന വാക്കിന് വികൃതിയായ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ശരിക്കും കറക്റ്റായിട്ടുള്ള പേര് തന്നെയാണ് നമ്മുടെ അനുജനുള്ളത് അല്ലേ. നെറ്റ്കട്ട് കുച്ച് ജ്യാദാ ഹി നെറ്റ്കട്ട് ഹേ. ഈ നെറ്റ്കട്ട് കുറച്ച് വികൃതി തന്നെയാണ്, കുറച്ച് കൂടുതൽ വികൃതി അവനുണ്ട് എന്ന് തോന്നുകയാണ്. എന്താ കാര്യം? എന്തുകൊണ്ടാ ചേട്ടന് അങ്ങനെ തോന്നിയത്? രാസ്ത ചലത്തെ രുക്കർ, ആ പോകുന്ന വഴിയിൽ നിന്നുകൊണ്ട് പോക്കർ കെ പാനി കെ അന്തർ, പോക്കർ കുളമാണ്, കുളത്തിലെ വെള്ളത്തിൻ്റെ ഉള്ളിൽ അല്ലേ, കെ അന്തർ ഉള്ളിൽ. അപ്പോൾ കുളത്തിലെ വെള്ളത്തിൽ മച്ചിലിയാം, എന്തുണ്ട്? മത്സ്യങ്ങളുണ്ട് അല്ലേ, മീനുകളുണ്ട്. ഓർ പാനി കെ ഊപ്പർ കി ബത്കേം ദേഖ്നെ ലഗ്താ ഹെ, വെള്ളത്തിന് മുകളിൽ കൂടെ, വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ കൂടെ ബത്കേം മീൻസ് താറാവുകൾ ഇങ്ങനെ നീന്തി പോകുന്നുണ്ട്. അപ്പം ഇവരെയൊക്കെ നോക്കി നിൽക്കുകയാണ്. बरगद के ऊपर से नीचे आती जड़ें पकड़कर झूलने लगता है, खेत में घुसकर खाने की कोई चीज गोजने लगता है, बाग से गुजरने पर आम या अमरूद तोड़ने लगता है, नाले को उधर से इधर और इधर से उधर छलांग लगाकर पार करने का गेलने लगता है. അപ്പോൾ എന്തൊക്കെയാണ് ഇനി വീണ്ടും എന്തൊക്കെയാണ് അവൻ്റെ വികൃതികൾ എന്ന് നോക്കാം. ബർഗത് കി ഊപ്പർ സേ, ബർഗത് ആൽമരമാണ്, ആൽമരത്തിൻ്റെ മുകളിൽ നിന്ന് നീച്ചെ താഴേക്ക്, താഴേക്ക് വന്നിട്ടുള്ള ജഡേം എന്ന് പറഞ്ഞാൽ ബാനിയൻ ട്രീയിൽ പ്രോപ്പ് റൂട്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, താഴേക്ക് വളർന്നു നിൽക്കുന്ന വേരുകൾ, അതിനെയാണ് ജഡേം എന്ന് പറയുന്നത്. പക്കഡ്കർ, ആ വേരുകളിൽ പിടിച്ചിട്ട് ജൂൽനെ ലഗ്താഹെ, ജൂൽന ആടുക എന്നുള്ളതാണ്, ജൂൽനെ ലഗ്താഹെ ആടാൻ തുടങ്ങുന്നു. അടുത്തതായിട്ടോ ഗേത് മേം ഗുസ്കർ, വയലിൽ പ്രവേശിച്ചിട്ട് ഗാനേക്ക് കോയി ചീസ്, തിന്നാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഗോജനെ ലഗ്താഹെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ബാഗ് സേ ഗുസർനെ പർ, തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആം യാ അമറൂദ്, മാങ്ങ അല്ലെങ്കിൽ പേരയ്ക്ക തോടിനെ ലഗ്താഹെ പറിക്കാൻ തുടങ്ങുന്നു. നാലേക്കോ, നാലെ എന്ന് പറഞ്ഞാൽ തോട്, തോടിനെ ഉദർ സേ ഇദർ, അവിടെ നിന്ന് ഇങ്ങോട്ട്, ഓർ ഇദർ സേ ഉദർ, ഇവിടെ നിന്ന് അങ്ങോട്ട്, ചലാങ് ലഗാക്കർ ചാടിക്കൊണ്ട്, പാർ കർണേക്ക മറികടക്കാനുള്ള ഗേൽനെ ലഗ്താഹെ ഒരു കളി കളിക്കും. അതായത് തോടിൻ്റെ ഒരു വശത്ത് നിന്ന് അങ്ങോട്ട് ചാടിക്കടക്കും, അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും ചാടിക്കടക്കും. ഇങ്ങനെയുള്ള കളികളൊക്കെയാണ് അവൻ സ്കൂളിൽ പോകുന്ന വഴിക്കും തിരിച്ചു വരുമ്പോഴൊക്കെ കളിക്കുന്നത്.
नदी के पुल को जल्दी से पार करने के बजाय उसकी मुंडेर से टिककर नीचे बहती नदी को निराने लगता है. അപ്പോൾ നദി കെ പുൽക്കോ നദിയുടെ പാലത്തിനെ ജൽദി സെ പാർ കർണേക്കെ ബജായ് പെട്ടെന്ന് തന്നെ മറികടക്കുന്നതിന് പകരം, ബജായ് എന്ന് പറഞ്ഞാൽ പകരം, ഉസ്കി മുണ്ടേർ സെ ആ പാലത്തിൻ്റെ, മുണ്ടേർ എന്ന് പറഞ്ഞാൽ കൈവരി, മുണ്ടേർ സെ കൈവരിയിൽ നിന്നുകൊണ്ട്, ടിക്കർ അവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട്, നീച്ചെ ബഹത്തി താഴെ ഒഴുകുന്ന, ബഹത്തി ഒഴുകുന്ന, നദീകോ നദിയെ, നിഹാർനെ ലഗ്താഹെ നോക്കിക്കൊണ്ട് നിൽക്കാൻ തുടങ്ങും. അപ്പോൾ ഈ പാലത്തിലൂടെ പെട്ടെന്ന് തന്നെ മറുവശത്തേക്ക് കടക്കുന്നതിന് പകരം അതിൻ്റെ കൈവരിയിൽ പിടിച്ചുകൊണ്ട് താഴെ ഒഴുകുന്ന നദിയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കും. ഇതാണ് അവൻ്റെ അടുത്ത വികൃതി. തൊട്ട് താഴെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. നെറ്റ്കട്ട് കുച്ച് ജ്യാദാ ഹി നെറ്റ്കട്ട് ഹേ, ഏസ ക്യോം കഹാ ഗയാ ഹേ. നെറ്റ്കട്ട് കുറച്ച് കൂടുതൽ വികൃതിയാണ് എന്ന് പറയാനായിട്ട് എന്താണ് കാരണം? എന്താ കാരണം? നമ്മളിപ്പോൾ പറഞ്ഞതാണ് അതിൻ്റെ ആൻസർ. എന്താ അവൻ ചെയ്യുന്നത്? പോകുന്ന വഴിയിൽ കുളത്തിലെ മീനുകളെ നോക്കി നിൽക്കുമായിരുന്നു, വെള്ളത്തിലൂടെ നീന്തിയിരുന്ന താറാവുകളെയും നോക്കി നിൽക്കുമായിരുന്നു, ആൽമരത്തിൽ മുകളിൽ നിന്നും താഴേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിൽ പിടിച്ച് ഊഞ്ഞാലാടുമായിരുന്നു, വയലുകളിൽ പ്രവേശിച്ച് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുമായിരുന്നു, തോട്ടത്തിൽ കയറി മാങ്ങയും പേരക്കയും ഒക്കെ പറിക്കുമായിരുന്നു, ഇനി തോടിൻ്റെ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് ചാടിക്കടക്കുന്ന കളി കളിക്കുമായിരുന്നു, നദിയുടെ കുറുകെയുള്ള പാലത്തിലൂടെ വേഗത്തിൽ മറുഭാഗത്തേക്ക് കടക്കുന്നതിന് പകരം പാലത്തിൻ്റെ കൈവരിയിൽ പിടിച്ചിട്ട് താഴെ ഒഴുകുന്ന വെള്ളത്തിലേക്ക് നോക്കി അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജ്യേഷ്ഠൻ പറയുന്നത് ഈ നട്ട്കട്ട് കുറച്ച് കൂടുതൽ നട്ട്കട്ട് ആണ്, അതായത് ഇവൻ കുറച്ച് കൂടുതൽ വികൃതിയാണ് എന്ന് പറയുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കാം. एक दिन तो नटखट ने हाथ ही कर दी, दोनों भाई स्कूल से लौट रहे थे, नदी का पुल आया तो नटखट पुल पर चढ़ने के बजाय नीचे उतर गया. एक दिन तो ഒരു ദിവസമാണെങ്കിൽ നട്ട്കട്ട് ഹദ് ഹി കർദി, ഹദ് ഹി കർദി എന്ന് പറഞ്ഞാൽ പരിധി വിട്ടുപോയി, അവൻ്റെ വികൃതി കുറച്ച് പരിധി വിട്ടുപോയി. ദോനോ ബായി സ്കൂൾ സെ ലൗട്ട് രഹേദേ, ദോനോ ബായി രണ്ട് സഹോദരന്മാരും സ്കൂൾ സെ സ്കൂളിൽ നിന്ന് ലൗട്ട് രഹേദേ തിരിച്ചു വരികയായിരുന്നു. നദി കാ പുൽ ആയ നദിയുടെ പാലം എത്തി. തോ അപ്പോൾ നട്ട്കട്ട് പുൽ പർ ചढ़ने ബജായ്, നട്ട്കട്ട് പുൽപ്പർ പാലത്തിൽ, ചढ़ने ബജായ് കയറുന്നതിന് പകരം, നീച്ചെ ഉതർ ഗയ താഴേക്ക് ഇറങ്ങിപ്പോയി, ഓൾ എന്നിട്ട് നദിക്ക് കിനാരെ ജാ പഹുഞ്ച നദിയുടെ അടുത്ത്, നദിയുടെ തീരത്ത് ചെന്ന് നിന്നു. बस्ते में पहले से बनाकर रखी हुई कागज की 2 नावें निकाली और एक एक करके बहते पानी में छोड़ दी. नावें बह चली तो नटखट खुश होकर ताली बजाने लगा. എന്നിട്ട് ഈ നദിയുടെ തീരത്ത് ചെന്നിട്ട് അവൻ എന്താ ചെയ്തത്? ബസ്തേമേം ബാഗിൽ, പഹലേസെ മുൻപ് തന്നെ, ബനാക്കർ ഉണ്ടാക്കിയിട്ട്, രക്കി ഹുയി വെച്ചിട്ടുണ്ടായിരുന്ന, കാഗസ് കി കടലാസിൻ്റെ പേപ്പറിൻ്റെ, ദോ നാവേം രണ്ട് തോണികൾ, നിക്കാലി രണ്ട് ബോട്ടുകൾ എടുത്തു, പുറത്തേക്കെടുത്തു. ഓൾ എന്നിട്ട്, ഏക് ഏക് കർക്കെ ഓരോന്നായിട്ട്, ബഹത്തെ പാനീമേം ഒഴുകുന്ന വെള്ളത്തിൽ, ചോടുതി വിട്ടു. അപ്പോൾ നമ്മളൊക്കെ ചെയ്യാറുണ്ടല്ലേ, ചെറിയ കുട്ടികൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. മഴ പെയ്യുന്ന സമയത്തൊക്കെ കടലാസിൻ്റെ തോണികളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ വെള്ളക്കെട്ടുകളിലോ ഒക്കെ ഇങ്ങനെ ഒഴുക്കി വിടും. ഇവിടെ നമ്മുടെ നട്ട്കട്ട് ചെയ്തത് എന്താ? ബാഗിൽ 2 കടലാസിൻ്റെ തോണികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ആ പാലത്തിലൂടെ കയറി പോകുന്നതിന് പകരം ആൾ താഴേക്ക് ഇറങ്ങി നദിയുടെ തീരത്ത് ചെന്ന് ബാഗിൽ നിന്ന് ഈ 2 തോണികൾ നദികളിലേക്ക് ഒഴുക്കുകയാണ്. നാവേം ബഹ്ചലിയും ആ തോണികൾ ഒഴുകിപ്പോയി. തോ നട്ട്കട്ട് ഗുഷോക്കർ ഇത് കണ്ടപ്പോൾ നട്ട്കട്ടിന് ഗുഷോക്കർ സന്തോഷം കൊണ്ട് താലി ബജാനെ ലഗ, താലി ബജാന കൈയടിക്കുക, ക്ലാപ്പ് ചെയ്യുക, താലി ബജാനെ ലഗ കൈയടിക്കാൻ തുടങ്ങി. ഉധർ पुल पर पहुंच चुके झटपट ने पीछे मुड़कर देखा तो नटखट नहीं दिखा. झटपट घबरा गया कि नटखट कहाँ गया. ताली बजने की आवाज़ सुनकर नीचे देखा तो नटखट नीचे नदी किनारे गिरा दिखा. झटपट को उस पर बड़ा गुस्सा आया. जोर से चिल्लाकर बोला, अरे छोटे, तो वहाँ नीचे क्या कर रहे हो? नटखट ने चाहकर ऊपर दिखा और नदी किनारे रखा अपना बस्ता उड़ाने के लिए झुका. अचानक उसका पाँव फिसला और वो पानी में गिर पड़ा. पानी का बहाव तेज था
और नटखट को तैरना नहीं आता था, छोटा सा ही तो था। वो बग गया, डूबते उतराते दूर जाने लगा. അപ്പം എന്താ സംഭവിച്ചത്? ഉദർ പുൽപ്പർ, അവിടെ പാലത്തിൽ പഹുഞ്ചുക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ജെറ്റ്പട്ട് പീച്ചെ മുട്കർ ദേക്ക, പിന്നോട്ട് തിരിഞ്ഞു നോക്കി. മുട്കർ ദേക്ക, തിരിഞ്ഞു നോക്കി. തോ അപ്പോൾ നട്കട്ട് നഹീ ദിക്ക, നട്കട്ടിനെ കാണാനില്ല. ജെറ്റ്പട്ട് ഗബര ഗയ, ജെറ്റ്പട്ട് ആകെ പരിഭ്രമിച്ചു പോയി. കി നട്കട്ട് കഹാ ഗയ, ഈ നട്കട്ട് എവിടെ പോയി എന്നുള്ള ഒരു പരിഭ്രമം. താലി ബജ്നേക്ക് ആവാസ് സുൻകർ, അപ്പോൾ അവൻ അവിടെ നിന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു. താലി ബജ്നേക്ക്, ആ കൈയടിക്കുന്ന ആവാസ് സുൻകർ, സ്വരം കേട്ടിട്ട് നീച്ചേ ദിക്ക, താഴേക്ക് നോക്കി. തോ നട്കട്ട് നീച്ചെ നദി കിനാരെ ഗഡാ ദിക്ക, അപ്പോൾ നോക്കിയപ്പോൾ എന്താ കണ്ടത്? നട്കട്ട് നീച്ചെ, താഴെ, നദീ കിനാരെ, നദിയുടെ തീരത്ത്, ഗഡ, നിൽക്കുന്നതാണ് കണ്ടത്. ജെറ്റ്പട്ട് ഗോ ഉസ് പർ ബഡാ ഗുസ്സ ആയ, ജെറ്റ്പട്ടിന് ഉസ് പർ, അവൻ്റെ മേൽ, ബഡാ ഗുസ്സ ആയ, ഭയങ്കര ദേഷ്യം വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ജോർ സെ, ഉറക്കെ, ചില്ലാക്കർ ബോല, അലറി വിളിച്ചുകൊണ്ട്, ദേഷ്യപ്പെട്ടുകൊണ്ട് ബോല, പറഞ്ഞു. അരെ ചോട്ടെ, തും വഹാ നീച്ചെ ക്യാ കർ രേ ഹോ, ഏയ് ചോട്ടെ, നീ താഴെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നട്കട്ടിനെ ചൗങ്കർ ഊപ്പർ ദിക്ക, നട്കട്ട് പെട്ടെന്നുള്ള ഈ സ്വരം, പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുന്നത് കേട്ടപ്പോൾ പേടിച്ചുകൊണ്ട്, ചൗങ്കർ, ഞെട്ടിക്കൊണ്ട്, ഊപ്പർ ദിക്ക, മുകളിലേക്ക് നോക്കി. ഓൾ, എന്നിട്ട് നദീ കിനാരെ രക്ക, നദിയുടെ തീരത്ത് വച്ചിരുന്ന അപ്പന ബസ്ത, തൻ്റെ ബാഗ്, ഉഡാനെ കേലിയെ, എടുക്കുന്നതിന് വേണ്ടി, ഉയർത്തുന്നതിന് വേണ്ടി, ജുക്ക, കുനിഞ്ഞു. അച്ചാനക് ഉസ്ക പാവ് ഫിസല, അച്ചാനക് പെട്ടെന്ന്, ഉസ്ക അവൻ്റെ, പാവ് ഫിസല, പാവ് കാല്, ഫിസല വഴുതി. ഓൾ എന്നിട്ട്, വോ പാനീമേ ഗിർപ്പട, അവൻ പാനീമേ വെള്ളത്തിൽ, ഗിർപ്പട വീണുപോയി. പാനിക്ക ബാവ് തേസ് ദ, പാനിക്ക പാനിയുടെ വെള്ളത്തിൻ്റെ, ബഹാവ് ഒഴുക്ക്, തേസ് ദ വേഗത്തിലായിരുന്നു. ഓൾ നട്കട്ട് കോ തൈർന നഹി ആത്താത, അത് മാത്രമല്ല നട്കട്ടിന് തൈർന നീന്തുക, നെയ്യാത്ത അറിയുമായിരുന്നില്ല, അവന് നീന്താൻ അറിയുമായിരുന്നില്ല. ചോട്ടാ സാഹിത്തോദ, അവൻ ചെറുതല്ലേ. ഡൂബ്തേ ഉദരാത്തെ ദൂർ ജാനേ ലഗ, ഡൂബ്തേ താഴുക, മുങ്ങിത്താഴുക, ഉദരാത്തെ ഉയർന്ന് പൊങ്ങുക, അപ്പം മുങ്ങിയും പൊങ്ങിയും, ദൂർ ജാനേ ലഗ, ദൂരേക്ക് പോകാൻ തുടങ്ങി. അടുത്ത പാരഗ്രാഫ് നോക്കാം. ജെറ്റ്പട്ട് കോ തൈർന ആത്താ था, उसने जेट अपना बस्ता पीठ से उतारकर पुल की मुंडेर पर रखा और नदी में कूद पड़ा. थोड़ी दूर तैरने के बाद ही उसने नटखट को पकड़ लिया और किनारे पर ले आया. जेटपट को इतना गुस्सा आ रहा था कि नटखट को 2 झापट लगाए, पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. उसने नटखट का हाथ पकड़े पकड़े उसका बस्ता उठाया और पुल तक पहुंचाने वाली चटाई चढ़ने लगा. ജെറ്റ്പട്ട് കോ തൈർന ആത്താത, ജെറ്റ്പട്ടിന് തൈർന ആത്താത, നീന്തൽ അറിയാമായിരുന്നു. ഉസ്നെ ജെറ്റ്, അവൻ പെട്ടെന്ന്, അപ്പന ബസ്ത, തൻ്റെ ബാഗ്, പീഠ് സെ ഉത്താർക്കർ, പീഠ് പുറം, പുറത്ത് നിന്ന്, ഉത്താർക്കർ ഇറക്കിയിട്ട്, പുൽക്കി മുണ്ടേർ പർ രഗ, പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചു. ഓർ എന്നിട്ട്, നദീമേം കൂദ്പട, നദീമേം നദിയിൽ, കൂദ്പട എടുത്തു ചാടി. ദോടി ദൂർ തൈർനേക്കെ ബാദ്ഹി, ദോടി ദൂർ കുറച്ച് ദൂരം, തൈർനേക്കെ ബാദ്ഹി നീന്തിയതിന് ശേഷം തന്നെ, ഉസ്നെ അവൻ, നട്കട്ട് കോ പകഡ്ലിയ, നട്കട്ടിനെ പിടിച്ചു. ഓൾ കിനാരെ പർ ലേ ആയ, എന്നിട്ട് കിനാരെ പർ തീരത്തേക്ക്, ലേ ആയ കൊണ്ടുവന്നു. അപ്പോൾ ജെറ്റ്പട്ടിന് നീന്താൻ അറിയാമായിരുന്നു. അവൻ പെട്ടെന്ന് തൻ്റെ ബാഗ് പുറത്ത് നിന്ന് ഇറക്കി ആ പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചു. എന്നിട്ട് നദിയിലേക്ക് എടുത്തു ചാടി. കുറച്ച് സമയം നീന്തിയപ്പോൾ തന്നെ അവന് നട്കട്ടിനെ പിടിക്കാനായിട്ട് പറ്റി. എന്നിട്ട് അവനെയും കൊണ്ട് തീരത്തേക്ക് വന്നു. ജെറ്റ്പട്ട് കോ ഇത്തന ഗുസ്സ ആ രഹാ താ കി, അതായത് ജെറ്റ്പട്ടിന് ഇത്ര ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാനുള്ള ദേഷ്യം? നട്കട്ടിനെ 2 ജാപ്പട്ട് ലഗായ, 2 അടി വെച്ച് കൊടുക്കാനായിട്ട്, നല്ല അടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പർ എന്നാൽ, നട്കട്ട് ഇത്തന ഡര, നട്കട്ടിന് ഇത്ര
പേടിയുണ്ടായിരുന്നു. ഇത്തന ഡര ഓർ ഗബര ഹുവാദാക്കി, അത്രത്തോളം നെഡ്ഗഡ് പേടിച്ചിട്ടുണ്ടായിരുന്നു, പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു. കി ഉസേ ചോട്ടെ ബായി പർ പ്യാർ ആകയ, അവൻ്റെ പേടിയും ആ പരിഭ്രമമൊക്കെ കണ്ടപ്പോൾ ജഡ്പട്ടിന് അനിയനോട് സ്നേഹം തോന്നി. ഉസ്നെ നെഡ്ഗഡ് കാ ഹാത്ത് പക്കടേ പക്കടേ, അവൻ നെഡ്ഗഡ് കാ ഹാത്ത്, നെഡ്ഗഡിൻ്റെ കൈ പക്കടേ പക്കടേ പിടിച്ച് ഉസ്കാ ബസ്ത ഉടായ, അവൻ്റെ ബാഗ് എടുത്തു. ഓർ എന്നിട്ട് പുൽ തക് പഹുഞ്ചാനെ വാലി, പാലം വരെ എത്താനുള്ള ചടായി ചടനെ ലഗ, ആ കയറ്റം കയറാൻ തുടങ്ങി. അടുത്ത പാരഗ്രാഫ് നോക്കാം. पुल पर पहुंचा ही दाकी नटखट अचानक गला फाड़कर रोने लगा. झटपट ने कहा, अब तो तुम बह जाने से बच गए हो, फिर क्यों रो रहे हो? नटखट ने रोते रोते कहा, तुम घर जाकर माँ से मेरी शिकायत करोगे? അപ്പോൾ പുൽ പർ പഹുഞ്ചാ ഹി ദാ, അതായത് ആ പാലത്തിൻ്റെ അടുത്തേക്കുള്ള കയറ്റം അവർ കയറുകയായിരുന്നു. പാലത്തിൻ്റെ അടുത്ത് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. പുൽപ്പർ, പാലത്തിൽ, പഹുഞ്ചാഹിദ, എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. കി, അപ്പോൾ തന്നെ എന്താ ചെയ്തത്? നെഡ്ഗഡ് അച്ചാനക്, പെട്ടെന്ന്, ഗലാഫാഡ്കർ തൊണ്ടകീറിയിട്ട്, അത്ര ഉച്ചത്തിൽ, രോനേലക, കരയാൻ തുടങ്ങി, തൊണ്ടകീറി കരയാൻ തുടങ്ങി. ജഡ്പട്ടിനെ കഹ, ജഡ്പട്ട് പറഞ്ഞു, അബ് തോ തും ബഹ് ജാനെ സെ ബച്ച് ഗയേ ഹോ, ഇപ്പോൾ, അതായത് ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, തും ബഹ് ജാനെ സെ, നീ ഒഴുകി പോകുന്നതിൽ നിന്ന്, ബച്ച് ഗയേ ഹോ, രക്ഷപ്പെട്ടിരിക്കുന്നു. ഫിർ ക്യോം രോ രഹേ ഹോ, എന്നിട്ട് ഇനി എന്തിനാണ് കരയുന്നത്? നെഡ്ഗഡിനെ രോത്തെ രോത്തെ കഹ, അപ്പോഴും അവൻ കരച്ചിൽ നിർത്തിയിട്ടില്ല. രോത്തെ രോത്തെ കഹ, അവൻ കരഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, തും ഘർ ജാക്കർ മാസെ മേരി ശിക്കായത് കരോഗെ, തും ഘർ ജാക്കർ, നീ വീട്ടിൽ പോയിട്ട്, മാസെ, അമ്മയോട്, മേരി ശിക്കായത് കരോഗെ, എന്നെക്കുറിച്ച് പരാതി പറയില്ലേ? അഗർ ന കരോ തോ ജോ കഹോ. നെഡ്ഗഡ് കാ रोना बंद हो गया. मुझे कागज की नाव बनाना नहीं आता, तुम सिखा दोगे? हाँ, उसमें क्या है? നെഡ്ഗഡ് गुस्स होकर बोला, पर मुझे तैरना नहीं आता, तुम सिखा दोगे? हाँ, उसमें क्या है? झटपट ने मुस्कुराते हुए നെഡ്ഗഡ് के शब्दों की नकल की और दोनों भाई हंस पड़े. അഗർ ന കരൂ തോ, അങ്ങനെ ചെയ്തില്ലെങ്കിലോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ജഡ്പട്ട്. തോ ജോ കഹോ, അപ്പോൾ നെഡ്ഗഡ് പറയാണ്, എന്നാൽ നീ പറയുന്ന പോലെ, നീ പറയുന്ന എന്ത് ഞാൻ ചെയ്തോളാം എന്നുള്ള അർത്ഥത്തിൽ. നെഡ്ഗഡ് കാ രോന ബന്ദ് ഹോ ഗയ, നെഡ്ഗഡിൻ്റെ കരച്ചിലൊക്കെ നിന്നു. മുझे കാഗസ് കി നാവ് ബനാന നഹി ആത്ത, തും സിഖാ ദോഗേ. അപ്പം നമ്മൾ ജഡ്പട്ട് ചോദിക്കുകയാണ്, എനിക്ക് പേപ്പർ കൊണ്ട് തോണി ഉണ്ടാക്കാനായിട്ട് അറിയില്ല, തും സിഖാ ദോഗേ, നീ പഠിപ്പിച്ചു തരുമോ? അപ്പോൾ നെഡ്ഗഡ് എന്താ പറയുന്നത്? ഹാ, ഉസ്മേ ക്യാ ഹേ, ഹാ, പഠിപ്പിച്ചു തരാം, അതിനെന്താ? നെഡ്ഗഡ് ഖുശ് ഹോക്കർ ബോല, നെഡ്ഗഡ് വളരെ സന്തോഷത്തോടെയാണ് അത് പറഞ്ഞത്. എന്നിട്ട് അവൻ തുടർന്ന് പറയാണ്, നെഡ്ഗഡ് പറയാണ്, പർ മുझे തൈർന നഹി ആത്ത, തും സിഖാ ദോഗേ, പക്ഷേ എനിക്ക് നീന്താനായിട്ട് അറിയില്ല, നീ പഠിപ്പിച്ചു തരുമോ? അപ്പം ജഡ്പട്ട് പറയാണ്, ഹാ, ഉസ്മേ ക്യാ ഹേ, ആ, ഓക്കെ, അതിനെന്താ എന്ന് പറയാണ്. പക്ഷെ ജഡ്പട്ട് ആ പറഞ്ഞത് മുസ്കുരാത്തേ ഹുയെ, വളരെ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എങ്ങനെയാണ് പറഞ്ഞത്? നെഡ്ഗഡ് കെ ശബ്ദോം കി നക്കൽ കി, നെഡ്ഗഡിൻ്റെ ശബ്ദത്തെ നക്കൽ കി എന്ന് പറഞ്ഞാൽ അനുകരിച്ചുകൊണ്ട്, നമ്മൾ മിമിക്രി കാണിക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ അനുകരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഓർ ദോനോ ബായി ഹംസ് പടേ, രണ്ടുപേരും ചിരിച്ചു. അടുത്തത് നോക്കാം. लेकिन झटपट ने नटखट का बस्ता उसे पकड़ाकर पुल की मुंडेर पर से अपना बस्ता उड़ाया. എന്നാൽ ജഡ്പട്ട് എന്ത് ചെയ്തു? നെഡ്ഗഡിൻ്റെ ബാഗ് ഉസേ പക്കടാക്കർ, അവനെ പിടിപ്പിച്ചിട്ട്, പുൽക്കി മുണ്ടേർപ്പർ, അതായത് ആ പാലത്തിൻ്റെ കൈവരിയിൽ ബാഗ് വെച്ചിട്ടാണ് അവൻ നദിയിലേക്ക് എടുത്ത് ചാടിയത്. അപ്പോൾ അവിടെ നിന്ന് ആ ബാഗ്, അപ്നാ ബസ്ത, സ്വന്തം ബാഗ്, ഉടായ, എടുത്തു. തോ എക്ദം ചിന്തിത് ഹോക്കർ ബോല, പക്ഷെ അവിടെ നിന്നുകൊണ്ട് പെട്ടെന്നൊന്ന് ചിന്തിച്ചിട്ട്, കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിട്ട് അവൻ പറയാണ്, अरे छोटे, हम दोनों के कपड़े भीग गए हैं, हमें भीगे कपड़ों में देख माँ पूछेगी तो क्या कहेंगे? അപ്പോൾ അനുജനോട് ചോദിക്കുകയാണ്, ചോട്ടെ, നമ്മുടെ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ, ഹം ദോനോം കെ കപ്പടെ, നമ്മുടെ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ, ഭീഗയേഹേം, നനഞ്ഞു പോയിട്ടുണ്ട്, ഹമേം ഭീഗേ കപ്പടോമേം ദേഖ്, നമ്മളെ നനഞ്ഞ വസ്ത്രത്തിൽ കണ്ട്, മാം പൂച്ചേകി, അമ്മ ചോദിക്കും,
तो क्या कहेंगे? അപ്പോൾ എന്താ പറയാ? അപ്പം നട്ട്കട്ട് പറയാണ് ഹാ ബഡേ അബ് എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. അതേ ചേട്ടാ ഇപ്പോൾ എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ച് നിർത്തുകയാണ്. നട്ട്കട്ട് ने एक पल सोचा और बोला आओ दौड़ लगाते हैं कपड़े अपने आप सूख जाएंगे. हाँ ये ठीक है, ജഡ്ബട്ട് ने अपना बस्ता पीठ पर टांगते हुए कहा. ഇപ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞവൻ നിർത്തി. നട്ട്കട്ട് एक पल सोचा, നട്ട്കട്ട് एक पल ഒരു നിമിഷം, സോച്ച ചിന്തിച്ചു, और बोला എന്നിട്ട് പറഞ്ഞു आओ दौड़ लगाते हैं വായു നമുക്ക് ഓടാം. കപ്പടെ അപ്നെ ആപ്പ് സൂപ് ജായേങ്കെ വസ്ത്രങ്ങളൊക്കെ വേഗം തന്നെ ഉണങ്ങിക്കോളും. അപ്പോൾ ജഡ്പട്ട് പറയാണ് ഹാ യേ ടീക്ക് ഹേ, ആ അത് ശരിയാണ്. ജഡ്പട്ട് ने अपना बस्ता पीठ पर टांगते हुए कहा. ജഡ്പട്ട് अपना बस्ता സ്വന്തം ബാഗ് പീഠ് പർ പുറത്ത് टांगते हुए കൊളുത്തിയിട്ടുകൊണ്ട് കഹ പറഞ്ഞു. नटखट ने भी अपना बस्ता पीठ पर टांग लिया और झटपट के बराबर गड़े होकर दौड़ शुरू करने के अंदाज में बोला 1 2 3. दोनों दौड़ पड़े, आगे पीछे नहीं, एक दूसरे का हाथ पकड़े साथ साथ. नटखट ने भी अपना बस्ता पीठ पर टांग लिया. നട്ട്കട്ടും സ്വന്തം ബാഗ് പീഠ് പർ പുറത്ത് ടാങ്ക് ലിയ കൊളുത്തിയിട്ടു. ഓർ ജഡ്പട്ട് കെ ബരാബർ, ജഡ്പട്ടിന് ഒപ്പം നിന്നുകൊണ്ട്, ബരാബർ ഗഡെ മീൻസ് ഒപ്പം നിന്നുകൊണ്ട്, ദൗഡ് ശുരു കർണേക്കെ അന്താസ്മേ ബോല, ദൗഡ് ശുരു കർണേക്കെ ഓട്ടം തുടങ്ങാനുള്ള, ശുരു ഹോന ആരംഭിക്കുക എന്നുള്ളതാണ്. ദൗഡ് ശുരു കർണേക്കെ ഓട്ടം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള അന്താസ്മേം, അന്താസ് മീൻസ് ആ ഒരു സ്റ്റൈലിൽ. കുട്ടികൾ ഓട്ടമത്സരമൊക്കെ തുടങ്ങുന്നത് എങ്ങനെയാണ്? റെഡി 1 2 3 എന്ന് പറഞ്ഞിട്ടല്ലേ? ആ ഒരു സ്റ്റൈലാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അന്താസ് മേ ബോല 1 2 3 ദോനോ ദൗഡ് പടേ. 1 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും ഓടി. ദോനോ ദൗഡ് പടേ, ആകെ പീछे नहीं, മുന്നിലും പിന്നിലും ആയിട്ടല്ല. एक दूसरे का हाथ पकड़े, ഒരാൾ മറ്റൊരാളുടെ കൈ പിടിച്ചിട്ട്, സാത്ത് സാത്ത് ഒരുമിച്ച്. ഇത്രയും ഭാഗം നമ്മൾ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ബാക്കിയുള്ള ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ പാഠഭാഗം നല്ല പോലെ വായിക്കുക. ഓരോ ഭാഗം വായിക്കുമ്പോഴും അതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.